നമസ്കാരം. നമ്മളിൽ ഒരുപാട് പേർ ഒരു ചിത്രം കണ്ടിട്ടുണ്ടാവും. ചിത്രം ഇങ്ങനെയാണ്. ശ്രീകൃഷ്ണൻ കുറേ ഗോപികമാരുടെ സ്ത്രീകളുടെ വസ്ത്രങ്ങൾ എടുത്ത് മരത്തിൻ്റെ ചില്ലയിൽ തൂക്കിയിട്ടിരിക്കുന്നു. ശ്രീകൃഷ്ണൻ മരക്കൊമ്പിലിരിക്കുന്നു. ഈ ഗോപികമാരെല്ലാം തൻ്റെ മാറ് ഇങ്ങനെ കൈ ചേർത്ത് പിടിച്ചിരിക്കുന്ന ചിത്രം ഒരുപാട് പേർ കണ്ടിട്ടുണ്ടാവും. അത് എന്താണ് ഇങ്ങനെ ഒരു ചിത്രം വന്നിട്ടുള്ളത്? കാരണം ഈ ചിത്രകാരകൻ ഉദ്ദേശിച്ചിട്ടാണ് ഇതൊക്കെ വരയ്ക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇത് കൺവേ ചെയ്യുന്ന ഇല്ലെങ്കിൽ അതിലേക്കുള്ള പെർസെപ്ഷൻ അവരവരുടെ ഭാവനയ്ക്കനുസരിച്ച് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് മാറ്റുകയും ചെയ്യും. കാരണം നമുക്ക് ഏവർക്കും മലയാളികൾക്ക് സുപരിചിതമായ ഒരു വാക്യമുണ്ടല്ലോ, ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്നുള്ളത്. പിതാ രക്ഷതി കൗമാരേ, ഭർത്താ രക്ഷതി യൗവനെ, പുത്രോ രക്ഷതി വാർദ്ധക്യേ, ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി. ഈ ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്ന് പറഞ്ഞ വാക്കിനെ മാത്രം എടുത്ത് വെച്ച് അലക്കി അതിനെ ഇല്ലാണ്ടാക്കിയിട്ടുണ്ട് നമ്മളെല്ലാവരും ചേർന്ന്. ഈ 3 ലൈൻ ശരിയായി എഴുതിയ ആൾക്ക് 4ാമത്തെ ലൈൻ എഴുതാൻ അറിയില്ലേ എന്നൊരു സംശയം ആദ്യമേ തന്നെ വന്നു കഴിഞ്ഞു. പിതാ രക്ഷതി കൗമാരേ, ഭർത്താ രക്ഷതി യൗവനെ, പുത്രോ രക്ഷതി വാർദ്ധക്യേ, ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി. സ്ത്രീയെ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല, അവളെ സംരക്ഷിക്കണം, ജീവിത അവസാനം വരെ അവളെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞ മഹത്തായ സംസ്കാരമാണ് നമ്മുടേത്. അപ്പോൾ അതിനെ വളച്ചൊടിച്ച് ഇതൊരു നല്ല കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിൽ കാണാതെ അതിനെ വളച്ചൊടിച്ച് വേറെ രീതിയിൽ കണ്ട ഒരു സമുദായമാണ് നമ്മുടെയൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ പറയുവാൻ ഉദ്ദേശിച്ചത് ഇത്രമാത്രമാണ്. ചിത്രത്തിലൂടെ എന്താണ് വ്യക്തമാക്കിയത് എന്നുള്ളത് ആദ്യം പറയാം. ഇന്ന് അത് നാം എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളത് പറയാം. ഈ ചിത്രത്തിൽ വേദങ്ങളിലുള്ള ഒരു മെസ്സേജാണ്, യജുർവേദത്തിലുള്ള ഒരു മെസ്സേജ് പോയിട്ടുണ്ട്. ആ മെസ്സേജ് ഇങ്ങനെയാണ്: ന വിവസനസ്നായാത് എന്ന് പറഞ്ഞു, ന നിഷ്ഠീവേത് എന്ന് പറയുന്നു. അതായത് വസ്ത്രങ്ങളില്ലാതെ നഗ്നമായി കുളിക്കരുത് എന്നുള്ളൊരു മെസ്സേജ് ഉണ്ട്. അന്ന് നദിയാണ്, നദിയിൽ ഏവരും സ്നാനം ചെയ്യുവാനായിട്ട് പോകും. വിവസ്ത്രയായി കുളിക്കരുത് എന്നുള്ളൊരു മെസ്സേജ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വസ്ത്രധാരണം, ഇനി ഈ വാക്യത്തിനെ ദയവ് ചെയ്ത് വളച്ച് മാറ്റി ഒടിക്കരുത്. അതായത് നമ്മൾ ഒരു വസ്ത്രമെങ്കിലും തോർത്തെങ്കിലും ധരിച്ചിട്ട് വേണം കുളിക്കാനായിട്ട്. വിവസ്ത്രയായി സ്നാനം ചെയ്യുവാൻ പാടില്ല എന്നുള്ള മെസ്സേജ്. അത് പല രീതിക്കും കാണുക. നദിയിൽ എന്താണുള്ളത്, എങ്ങനെയൊക്കെ ആയിരിക്കാം എന്നുള്ളതൊക്കെ ബാക്കി ചിന്തിക്കാം. അപ്പം അങ്ങനെ ഈ ഗോപസ്ത്രീകളെല്ലാം തന്നെ വസ്ത്രമില്ലാതെ കുളിക്കുവാനായി പോയപ്പോൾ ഈ വസ്ത്രം വേണമെങ്കിൽ ഇനി നിങ്ങൾ വിവസ്ത്രയായിട്ട് സ്നാനം ചെയ്യരുത് എന്നുള്ള മെസ്സേജ് ശ്രീകൃഷ്ണൻ കൊടുത്തു. അത് ഈ ചിത്രകാരൻ ഭാവനയിൽ കണ്ടു വരച്ചു. അത് നാം എന്താക്കി? സ്ത്രീകളുടെ വസ്ത്രങ്ങളൊക്കെ പിടിച്ചു വെച്ചു എന്നുള്ള ഒരു ചിന്തയെ കൊണ്ടുവന്നു. കാരണം ഇതിൻ്റെ താത്പര്യം നമ്മൾ എന്താണ് എന്ന് ചിന്തിക്കുന്നതിന് മുന്നേ തന്നെ അതിനെ ഒപ്പോസ് ചെയ്യുവാനുള്ള ഒരു പ്രവണത ഇന്ന് നമ്മുടെ സംസ്കാരത്തിലുണ്ട്. കേൾക്കുന്നതിന് മുന്നേ എന്ന് പറയാൻ വന്നാൽ തന്നെ പറയാൻ വന്നത് ആനയല്ലേ, പറയണ്ട, എനിക്കറിയാം എന്ന് പറയും. ആനയല്ല പറയാൻ വന്നത്, ആമയാണ് എന്ന് പറയാൻ സമ്മതിക്കുന്നില്ല. പറയുന്നതിന് മുന്നേ അങ്ങ് നിർത്തും. കാരണം എല്ലാത്തിനോടും ഒരു പുച്ഛം ഇല്ലെങ്കിൽ അതിനെ അവഗണിക്കുന്ന ഒരു മെത്തേഡാണ് ഇന്നുള്ളത്. അപ്പോൾ ഇവിടെ പറയുവാനായിട്ട് ഉദ്ദേശിച്ചത് വിവസ്ത്രയായിട്ട് സ്നാനം ചെയ്യരുത്, നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് എന്നുള്ളൊരു മെസ്സേജ് ഗോപികമാർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അവിടെ കൃഷ്ണൻ. രണ്ടാമത്തേത് ഞാൻ ഇഷ്ഠീവേത്. അപ്പോൾ ഈ കുളത്തിലോ നദിയിലോ സ്നാനം ചെയ്യുമ്പോൾ അതിനകത്ത് മലമൂത്ര വിസർജനാദികൾ പാടില്ല എന്ന് അന്നേ പറഞ്ഞിട്ടുണ്ട്, ശാസ്ത്രത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെ എക്കോളജി, എൻവിറോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ അവിടെ തന്നെ ഉണ്ട്. ആ രീതിക്ക് ഇതിനെ കാണണം. അങ്ങനെ ശാസ്ത്രം മുന്നോട്ട് പോകുന്നു. ഈ ശാസ്ത്രത്തെ ഡെപ്പിക്റ്റ് ചെയ്ത ഒരു പിക്ചറാണ്, ഒരു ഫോട്ടോയാണ് നാം പലരും കണ്ടത്. അതിൻ്റെ അർത്ഥം ഇതാണെന്ന് ദയവായി മനസ്സിലാക്കിയാൽ
നന്നാകും. ഇത് ഏവരിലേക്കും ഈ ഒരു മെസ്സേജ് എത്തിക്കുക. കാരണം റോങ്ലി ഇൻ്റർപ്രറ്റ് ചെയ്ത് പല കാര്യങ്ങളും നല്ല കാര്യങ്ങളും നമ്മളിൽ നിന്ന് അന്യം നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒരു ചിത്രം കാണുമ്പോൾ ഇന്ന് അത് സത്യമാണോ ഇല്ലയോ എന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഈ ഒരു ഡിജിറ്റൽ യുഗത്തിൽ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട വിഷയമാണ്, വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ. നമസ്കാരം.